ഗലീലയിലേക്കുള്ള യാത്രയിൽ യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും ഒക്കെ മനസ്സിൽ ഒരുപാട് ആകുലതയുണ്ടായിരുന്നു. പക്ഷേ അവർ തങ്ങളുടെ കുടുംബത്തിൻ്റെ മൂലധനമായി ദൈവത്തിൻ്റെ പരിപാലനയും കരുത്തായി ദൈവാശ്രയ ബോധത്തെയുമാണ് സ്വീകരിച്ചത്. നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളിലും ചുവടുവെപ്പുകളിലും എത്രത്തോളം ദൈവപരിപാലനയിൽ പ്രത്യാശയർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? ദൈവാശ്രയത്വം എത്രത്തോളം നമ്മുടെ ജീവിതങ്ങൾക്ക് ആത്മവിശ്വാസവും കരുത്തും പകരുന്നുണ്ട്? ഇതൊക്കെ സാധ്യമാവുക ദൈവപുത്രരാണ് നമ്മളെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. ഇന്നത്തെ ലേഖന ഭാഗത്ത് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം: നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ ആനന്ദത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ.